ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ്? ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടുതൽ. നമുക്ക് വ്യൂസ് എല്ലാവർക്കും നമുക്ക് വേണം. ആ വ്യൂസ് കുറവാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന പ്രചോദനം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതെ, ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അതിനുള്ള എല്ലാ ആൻസറും ഇതിനകത്തുണ്ട്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പൊ നമുക്ക് നേരെ മാർട്ടിലേക്ക് കിടക്കാം. എന്താണ് ഒന്നാമത്തെ കമന്റ്സിൽ ചോദിച്ചേക്കുന്നത്? ഷോർട്സ് വീഡിയോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന രീതി. അപ്പൊ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മറ്റൊന്നുമില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ അധികം ഇറങ്ങേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. അതായത് ഗാലറി നമ്മൾ എടുക്കുന്നു. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. എന്നാലും അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇടുന്നത് എന്താ? നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്തു ഒരു സംഭവം അപ്ലോഡ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യുന്നത് ടൈറ്റിലാണ് കൊടുക്കുന്നത്, അല്ലേ? അതായത് ഷോർട്സിനാണെങ്കിലും ആയിക്കോട്ടെ, വീഡിയോയിലാണെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ വീഡിയോയ്ക്ക് നമ്മൾ എന്താ പ്രധാനമായിട്ടും, അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. അത് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഷോർട്സിനാണെങ്കിൽ ഒന്നേ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, രണ്ടും കൊടുത്തുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഒരു രീതി കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ആ രീതി നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം അതായത് ഈ ഷോർട്സിനകത്ത് വളരെ ചെറിയ ടൈറ്റിൽ കൊടുക്കാൻ കാരണം എന്താ പറയുക, നമ്മൾ കൂടുതലും ഫോൺ എടുക്കുവാണെങ്കിൽ ഫോൺ ഈ രീതിയിലാണല്ലോ, വെർട്ടിക്കൽ രീതിയിലാണല്ലോ. അപ്പോൾ ഈ വെർട്ടിക്കൽ രീതിയിലാകുമ്പോഴത്തേക്കും അതിനകത്ത് താഴെ ഈ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോർട്സ് എന്ന് പറയുമ്പോൾ അതാണല്ലോ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ വളരെ ചെറുതായിട്ട്, എത്രമാത്രം ചെറുതായിട്ട് കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാണാൻ പറ്റും നമുക്ക് പെട്ടെന്ന്. തീർച്ചയായിട്ടും. അങ്ങനെ ആദ്യം നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം രണ്ടാമത് നമ്മൾ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ, അല്ലേ? ഡിസ്ക്രിപ്ഷനകത്താണ് നമുക്ക് ആ വീഡിയോയെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ടൈറ്റിൽ പറയാൻ, അതായത് ലെങ്ത് ആയിട്ട് പറയാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് നമ്മൾ നേരെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. നമ്മൾ എന്താണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്? ഒരു ചിക്കൻ കറി വെക്കുവാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചിക്കൻ കറി ആയിക്കോട്ടെ. അപ്പോൾ ഈ ചിക്കൻ കറിക്കകത്ത് നമ്മൾ പറയുന്നത് ഞങ്ങളുടെ ഇടുക്കി സ്റ്റൈലിൽ പ്രധാനപ്പെട്ട രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ ചിക്കൻ കറി. ഇത് പ്രധാനമായിട്ട് ഈ രുചി സത്യം പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ മാത്രമായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉപയോഗിക്കാം. ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നു വേണ്ട. നമുക്ക് കുറച്ച് ലെങ്ത് ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ അതെല്ലാം ഞങ്ങൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഹാഷ്ടാഗ്. ഹാഷ്ടാഗ് നമ്മൾ പ്രധാനമായിട്ടും ഒരു എത്ര ഹാഷ്ടാഗ് വേണം? ഒരു 8 ഹാഷ്ടാഗ് മിനിമം കൊടുത്തിരിക്കണം. ഏറ്റവും മിനിമം ഒരു 8. ഈ ഹാഷ്ടാഗ് അറിയാത്തവരുണ്ട്, കമന്റ്സിൽ വന്നിരുന്നു. ഹാഷ്ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇപ്പൊ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 2 വര, പിന്നെ 2 വര ക്രോസ് ആയിട്ട് അതിനാണുള്ള ഹാഷ് എന്ന് പറയുന്നത്. കാരണം ഇത് തീർത്തും അറിയത്തില്ലാത്ത സാധാരണ അവർക്ക് കൂടെ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതാണ് ഹാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാഷ് ഇട്ടിട്ട് നിങ്ങൾ സ്പേസ് ഇടരുത്. ഹാഷ് ഇട്ടിട്ട് സ്പേസ് ഇടാതെ തന്നെ ഹാഷിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താണോ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കുക്കിംഗ് ആണെന്ന് വെച്ചു, ചിക്കൻ കറിയാണ് വെക്കുന്നത് വെച്ചു. അപ്പം കേരള ചിക്കൻ കറി, അപ്പം ഹാഷ്ടാഗ് കേരള ചിക്കൻ കറി, മനസ്സിലായോ? ഹാഷ്ടാഗ് നമ്മൾ ഇടുന്നു, എന്നിട്ട് കേരള ചിക്കൻ കറി, ഒന്നിൽ സ്പേസ് ഇടില്ല. കേരള കഴിഞ്ഞിട്ട് സ്പേസ്, ചിക്കൻ കഴിഞ്ഞിട്ട് സ്പേസ്, എല്ലാം അടുപ്പിച്ചേക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹാഷ്ടാഗ് ഇടുമ്പോൾ സ്പേസ് ഇടാനേ പാടില്ല. എല്ലാം അടുപ്പിച്ച് തന്നെയായിരിക്കണം നമ്മൾ ഇടുന്നത്. അങ്ങനെ എത്ര ഹാഷ്ടാഗ് കൊടുക്കുമോ അത്രയും ഹാഷ്ടാഗ് കൊടുക്കുക. അതായത് നമ്മുടെ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിൽ ആൾക്കാർ സെർച്ച് ചെയ്യും, എന്തൊക്കെ രീതിയിൽ ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, ആ സെർച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ അവരിലേക്ക് എത്തുന്നതിലേക്കുള്ള ആ ഒരു പാത്തിനെയാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഹാഷ് ഇട്ടിട്ട് കേരള സ്റ്റൈൽ ചിക്കൻ കറി, അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കേരള, അതായത് ഹാഷ് ഇട്ട് നമ്മൾ അടിച്ചിട്ട് ശേഷം പിന്നെ എന്താ പറയാ, എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഹാഷ്ടാഗ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ അടിക്കുക. ഇപ്പൊ എന്താ പറയാ, കേരള കുക്കിംഗ് കൊടുക്കാം, അല്ല കേരള അല്ല ചിക്കൻ കറി വ്ളോഗ്, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ, കേരള സ്റ്റൈൽ അല്ലെ തമിഴ്നാട് സ്റ്റൈൽ, അല്ലെ ഇതാണ്, അങ്ങനെ എന്ത് ഇഷ്ടമുള്ള രീതിയിൽ സ്പൈസി ചിക്കൻ കറി, ന്യൂ റെസിപ്പി, ചിക്കൻ റെസിപ്പി, അങ്ങനെ ഇഷ്ടംപോലെ രീതിയിലാവും ആൾക്കാർ സെർച്ച് ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരുവിധം എല്ലാ രീതിയിലും കൊടുക്കുക. 8 എന്ന് പറഞ്ഞ മിനിമം ആണ്. അതിൽ കൂടുതൽ ഹാഷ്ടാഗും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹാഷ്ടാഗ് ലാസ്റ്റ് കൊടുക്കേണ്ടത് എന്താ വെച്ചാല് നമ്മുടെ
ചാനലിന്റെ പേരും കൂടെ ഹാഷ്ടാഗിൽ കൊടുക്കുക. തീർച്ചയായിട്ടും അത് പ്രധാനമായിട്ടും അത് എല്ലാവരും ശ്രദ്ധിക്കണം. നോട്ട് ദ പോയിന്റ്. അതായത് ഈ ഹാഷ്ടാഗിനോട് നമ്മുടെ ചാനലിന്റെ പേരും കൂടെ നമ്മൾ ഹാഷ്ടാഗിനോട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടല്ലോ, അതെന്തായിരിക്കും? വ്യൂസ്. അത് നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനലിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ഹൈ റേഞ്ച് കുടുംബം, ഇത് ഹൈ റേഞ്ച് കുടുംബം എന്ന ചാനൽ. അപ്പൊ നമ്മളിപ്പം ഞാനിപ്പോൾ എറണാകുളത്ത് ചെല്ലുന്നു, അല്ലെങ്കിൽ വേറെ അടുത്ത് ചെല്ലുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അടുത്ത് നിന്നിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടോ? എന്താണ് യൂട്യൂബ് ചാനലിന്റെ പേര്? ഹൈ റേഞ്ച് കുടുംബം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ എല്ലാ വീഡിയോയിലും നമ്മൾ ഹാഷ്ടാഗിന് കൂടെ ഹൈ റേഞ്ച് കുടുംബം എന്താ പറയുക നമ്മൾ ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് സെർച്ചിനകത്ത് നമ്മുടെ ചാനലിൻ്റെ നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ പെട്ടെന്നായിട്ട് അവൈലബിൾ. ഇപ്പോൾ 1-2 വീഡിയോ ഇട്ടുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയിലും ഈ ഹാഷ്ടാഗിനൊപ്പം തന്നെ നിങ്ങളുടെ ഇതും ചെയ്യാം. ഓക്കെ, സമയം ലെങ്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പം നേരെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. പിന്നെ അടുത്ത കാര്യങ്ങൾ എന്താണ് പറഞ്ഞു? ടൈറ്റിൽ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, അടുത്ത ഹാഷ്ടാഗ് എല്ലാം കൊടുത്തു. ഇനി അടുത്ത ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇത് കീവേഡാണ് അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കീവേഡ് ഏറ്റവും മിനിമം കീവേഡ് എന്ന് പറഞ്ഞാൽ ഒരു 15 കീവേഡ് നിങ്ങൾ കൊടുക്കണം. കീവേഡ് എന്ന് പറഞ്ഞാൽ ഈ കീവേഡ് കൊടുക്കുന്നൊരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ കീവേഡിന് പകരം യൂട്യൂബിൽ ടാഗ് എന്നായിരിക്കും കാണിക്കുന്നത്. ആഡ് ടാഗ് എന്നായിരിക്കും. ആ ടാഗിൻ്റെ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 15 കാര്യങ്ങൾ മനസ്സിലായോ? അത് ഇതുപോലെ തന്നെ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 10-15 എണ്ണം ടാഗ് നിങ്ങൾ ആഡ് ചെയ്യുക, അത് മറക്കാതിരിക്കുക. ഇതാണ്. അടുത്ത് ഷോർട്സിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ട് പിന്നീട് പോകുന്നതെങ്കിൽ, ഷോർട്സിനടുത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ടൈറ്റിൽ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ഹാഷ്ടാഗ് കൊടുക്കുന്നു. ഹാഷ്ടാഗിനകത്ത് പ്രധാനമായിട്ട് ഷോർട്സ് ഇടുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് യൂട്യൂബ് ഷോർട്സ്, അതൊരു ഹാഷ്ടാഗാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോണം. ഹാഷ്ടാഗ് യൂട്യൂബ് ഷോർട്സ്. പിന്നെ ഷോർട്സ് വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്. പിന്നെ ഷോർട്സ് ടൈമിൽ നിന്ന് ഷോർട്ട് ടാഗ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇത് ചെയ്യണം. പിന്നെ അടുത്ത ഈ ഷോർട്സിനകത്ത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കേട്ടോ. അതെ, നമ്മൾ റീസെന്റ് ആണ് ഇത് അറിഞ്ഞത്. അതെ, പ്രധാനമായിട്ട് ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഷോർട്സിനകത്തും തംബ്നെയിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഷോർട്സ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്നു, തംബ്നെയിൽ നമ്മൾ ചുമ്മാ ചെയ്യാതെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ നമ്മൾ കൊടുത്തിരിക്കണം. ഷോർട്സിനകത്താണെങ്കിലും കൊടുത്തിരിക്കണം. ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ശരിയായ രീതി അപ്ലോഡ് ചെയ്യുന്ന കാര്യമാണല്ലോ പറയുന്നത്. ഇനി നമ്മൾ ഈ ഷോർട്സ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സാധാരണ നിങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ യൂട്യൂബ് എടുക്കുന്നു, യൂട്യൂബിനകത്ത് പ്ലസ് അടിക്കുന്നു, വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ആകുന്നു, നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്ലോഡിങ് കൊടുക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇത് വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അൺലിസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അൺലിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ട് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ആയിട്ട് നിങ്ങൾ നേരെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. YT സ്റ്റുഡിയോയ്ക്കകത്ത് കണ്ടന്റിനകത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് കിടക്കുന്ന നമ്മൾ ആ വീഡിയോ കാണാം. ആ വീഡിയോ നമ്മൾ എടുക്കുക. ആ വീഡിയോയിലാണ് നമുക്ക് എന്താ പറയുക, ഈ ഹാഷ്ടാഗ് അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഈ തംബ്നെയിൽ അതുപോലെ തന്നെ താഴേക്ക് വരുന്ന ടാഗില്ലേ, കീവേഡ്, ഈ കീവേഡ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതെ, ഷോർട്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്താണ്. നേരെ യൂട്യൂബിനകത്ത് YT സ്റ്റുഡിയോയ്ക്കകത്താണ്. നേരെ യൂട്യൂബിനകത്ത് പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലമേ കാണുന്നില്ല. അതുകൊണ്ടാണ് പലരുടെയും ഷോർട്സ് കയറാതെ വ്യൂ കുറഞ്ഞു പോകുന്നതിന്റെ പ്രധാന കാരണം. ഒരുപാട് കമന്റ്സ് ഉണ്ട്, ഉത്തരാണിത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് അല്ലേ അടുത്ത പോയിന്റ്. എന്താ? അപ്പൊ അടുത്ത പോയിന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. അതായത് വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലേ? പബ്ലിഷ് ചെയ്യുന്നത്, ഇതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്. പ്രധാനമായിട്ട് കേട്ടോണം. അത് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, അതെങ്ങനെയാണ് നിങ്ങൾ സാധാരണയായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്? എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത്? സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെല്ലാം കൊടുക്കുന്നു, ടൈപ്പ് കൊടുക്കുന്നു, നേരെ തംബ്നെയിൽ ഇടുന്നു, നേരെ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും വിസിബിൾ ആണ്. നേരെ പബ്ലിക് ആക്കിയിട്ട് ഞങ്ങൾ നേരെ അപ്ലോഡ് ചെയ്യുന്നു. ഒരിക്കലും ചെയ്യരുത്. അത് തെറ്റാണ്. കാരണം നമ്മൾ സാധാരണ ഈ കീവേഡ് അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഇതെല്ലാം കൊടുക്കുന്നത് എന്തിനാ? സത്യം പറഞ്ഞ എന്തിനാ? വ്യൂസ് കൂടാൻ വേണ്ടി. അതെന്താ അതിനകത്തുള്ളിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ലായിരിക്കും. വേണ്ട, സമയം കളയുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഹാഷ്ടാഗ് ആണേലും നമ്മൾ കീവേഡ് ആണെങ്കിലും കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ യൂട്യൂബിനകത്ത് ഒരു അനലൈസ് ഉണ്ട്. യൂട്യൂബിനകത്തൊരു സംഭവം ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കുക്കിംഗ് ചാനലാണെന്ന് വെച്ചോ. നമ്മുടെ ഈ കുക്കിംഗ് ചാനലാണെങ്കിൽ നമ്മുടെ ഏത് കാറ്റഗറിയിലോട്ടാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യേണ്ടതെന്ന് നമ്മൾ എടുത്ത് ചോദിക്കും. അതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ കീവേഡ്, നിങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ തരുവാണ്. ഞങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങളുടെ വീഡിയോ
ജനങ്ങളിലേക്ക് എത്തിക്കാം, അല്ലെ ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകാൻ ആരാ പറയുന്നത്? യൂട്യൂബ് ആണ് പറയുന്നത്. അപ്പോൾ യൂട്യൂബിന് നമ്മൾ അത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്നാണെന്നറിയോ, യൂട്യൂബിന് ആ പടം കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷൻ ആയാൽ കുറേ നേരം എടുക്കും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ കഴിയുമ്പോഴേ നമ്മുടെ ഈ ആൽഗോരിതത്തിൽ പെട്ടിട്ട് നമ്മുടെ വീഡിയോ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. നേരെ മറിച്ച് ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. മനസ്സിലായോ? ഒരു മിനിമം ഒരു അരമണിക്കൂറായാലും കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 മണിക്കൂറായാലും കഴിഞ്ഞ്. ഞങ്ങൾ പറയുന്ന പൊട്ടത്തരമാണെങ്കിൽ ക്ഷമിക്കുക. ഇത് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു അനുഭവം വെച്ചാണ് പറയുന്നത് നിങ്ങളുടെ അടുത്ത്. മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വലിയ ബുദ്ധിയുള്ളവരോട് പറയുന്നതല്ല, സാധാരണക്കാരോട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു മിനിമം അതായത് ഒരു ആഫ്റ്റർ 30 മിനിറ്റ്സിലും കഴിഞ്ഞ് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാവുള്ളൂ. അതായത് അപ്ലോഡ് ചെയ്ത് വെക്കാം, പബ്ലിഷ് ചെയ്യാവുള്ളൂ. മനസ്സിലായോ? നമ്മളപ്പോ എന്ത് ചെയ്യാം? ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. കാരണം അത്ര സമയം യൂട്യൂബിന് കിട്ടും. അപ്പൊ യൂട്യൂബ് ഏതൊക്കെ കാറ്റഗറിയിലായിട്ടാണോ ഈ വീഡിയോ പോവേണ്ടത് നമ്മളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വെക്കും. പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതിലോട്ടാ ഈ വീഡിയോ കൊടുക്കേണ്ടത്, ഏത് കാറ്റഗറി ആണോ ഒന്നും അറിയില്ല. കറക്റ്റ് എല്ലാം പെട്ടെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച് നേരെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാ ഇത് സംഭവം ഇത് പോകുന്നതെന്ന് പോലും യൂട്യൂബിന് പോലും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ടൈം കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചോദിച്ചാൽ ഷെഡ്യൂൾ ചെയ്ത് റെക്കമെൻഡേഷനിൽ അപ്പൊ ഇത് പെടൂല്ല, ഒന്നും പെടുത്തില്ല. ഏത് രീതിയിലുള്ള വീഡിയോ ആണെന്ന് പറയുന്നില്ല. റെക്കമെൻഡ് ചെയ്താലുള്ള എല്ലാവർക്കും അത് എത്തിക്കിട്ടാ വീഡിയോ, നമ്മൾ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ ടൈം വെക്കണം, ഒരു 30 മിനിറ്റ് എങ്കിലും മിനിമം, അല്ലെ? 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. നല്ല ചൂടാവും, രക്ഷയില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാവരും ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഒരു 30 മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് ഡ്യൂറേഷൻ കൊടുക്കുക, അല്ലെ? ആ വീഡിയോ തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക, ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഈ 30 മിനിറ്റിൽ എന്ത് ചെയ്യും, യൂട്യൂബ് ഇതെല്ലാം നമ്മുടെ വീഡിയോ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് ഏത് കാറ്റഗറിയിലാണ് ആ കാറ്റഗറി നമ്മുടെ ആൽഗോരിതത്തെ എല്ലാം സെറ്റ് ചെയ്ത് യൂട്യൂബ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത രീതിയിൽ തൊട്ട് നമ്മുടെ വീഡിയോ കയറാൻ തുടങ്ങും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക, ഷെഡ്യൂൾ ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൊടുക്കുക, അതിന് ശേഷമേ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്യാവുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്ലോഡ് ചെയ്ത് വെക്കാം, പബ്ലിഷ് ചെയ്യുന്നത് താമസിക്കണം. അത്രയാണ്. നേരെ അടുത്ത പോയിന്റിലേക്ക് പോകും. ഓക്കെ. അടുത്തത് ഷോർട്സ് തംബ്നെയിൽ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഷോർട്സിന്റെ തംബ്നെയിൽ കൊടുക്കണം. ഷോർട്സിന്റെ തംബ്നെയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ അതായത് നമുക്കിപ്പോ പൊതുവേ നമ്മൾ ഷോർട്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്സിലുള്ള ഏതെങ്കിലും നമ്മുടെ ഒരു ഫേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് അതങ്ങട് അല്ലെ തംബ്നെയിൽ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഷോർട്സിന് ഒരു തംബ്നെയിൽ ചെയ്യണം. നമ്മൾ ഷോർട്സിന് ഒരു തംബ്നെയിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതുണ്ട്, നമ്മുടെ ഇതിനകത്തെല്ലാം എപ്പോഴും നമ്മൾ നോക്കിയാൽ മതി. നല്ല വൈറൽ ഷോർട്സുകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി, ജസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിലായിരിക്കും അതിനകത്ത് കാണുന്നത്. നമ്മൾ എന്നിട്ട് നേരെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയും ആയിരിക്കത്തില്ല കാണുന്നത്. അപ്പൊ ഇന്ന് ഏറ്റവും നല്ലത്, അങ്ങനെ ആൾക്കാരെ ചീറ്റ് ചെയ്യാത്താണ് നല്ലത്. ഏറ്റവും നല്ലത് അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ ഏതാണ് നമ്മുടെ വീഡിയോ, ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സംഭവം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോ, അതായത് ഇപ്പം നിങ്ങൾ ഷോർട്സ് എടുക്കുന്നെങ്കിൽ വെർട്ടിക്കലിൽ തന്നെ എന്താണ് ചെയ്യുന്നത്, വേറൊരാളെ കൊണ്ടോ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നിന്നിട്ടോ, അല്ലെങ്കിൽ സൂപ്പറാണെന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു എന്താ പറയുക ഒരു ഇത് നിന്നിട്ട് ഒരു പോസ് നിന്നിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി ആണെങ്കിൽ ആ ചിക്കൻ കറി ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് ഹായ് എന്നുള്ള ഒരു സംഭവം, അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തതിന് ശേഷം അത് ഗാലറി കൊണ്ടിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഗാലറി കൊണ്ടിടുക എന്നല്ല, അത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ജസ്റ്റ് 1-2 സെക്കൻഡ് മതി. മനസ്സിലായോ? നമ്മുടെ ഈ ഫുൾ ലെങ്ത് ഈ വീഡിയോ ഇല്ലേ, അതായത് ഷോർട്സ് ഇല്ലേ, ഷോർട്സിന്റെ ആദ്യമോ അവസാനമോ നമ്മുടെ ഈ തംബ്നെയിലിന് വേണ്ട ഈ ഒരു 1-2 സെക്കൻഡ് ഉള്ള ഈ ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും തംബ്നെയിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തംബ്നെയിൽ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് സെലക്ട് ചെയ്യാൻ കിട്ടും. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ പോസ്റ്റ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തംബ്നെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഓക്കെ, അടുത്തത് ശരിയായ രീതിയിൽ ഹാഷ്ടാഗ് കീവേഡ് ഇട്ടാലുള്ള ഗുണം പറഞ്ഞല്ലോ. ഇനി അടുത്ത ഷോർട്സിൽ വീഡിയോയിൽ ഫേസ് കാണിക്കണം എന്നുണ്ടോ? ഷോർട്സ് ചെയ്യുമ്പോൾ ഫേസ് കാണിച്ചാലാണോ കൂടുതൽ വ്യൂസ് കൂടുന്നത്? ഒരാൾ ചോദിച്ച കമന്റ് ആണ്. തീർച്ചയായിട്ടും 2 രീതിയിൽ അതിനെ പറയാം. ഇതിൽ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് കാണിക്കുന്നതിനകത്ത് അതിനകത്ത് ഫേസ് ഒന്നും കാണിക്കണം എന്നൊരു കാര്യമില്ല. നല്ല കണ്ടന്റ് ആണെങ്കിൽ
ഫേസ് ഒന്നും കാണിച്ചില്ലെങ്കിൽ നല്ലപോലെ കയറി പോകാം. ഇനിയിപ്പം ഫേസ് കാണിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല, അങ്ങനെയൊന്നും പ്രശ്നമില്ല. അത് നിങ്ങളുടെ അത് ഓരോരുത്തരുടേതായുള്ള ഇഷ്ടമാണ്. ഇനി നിങ്ങൾ ഇടുന്ന വീഡിയോയിൽ ഫേസ് കാണിക്കാത്ത വീഡിയോ ഇടുന്നത് അതിന് വ്യൂസ് കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസ് കാണിച്ചിട്ട് നോക്കൂ. നമ്മൾ ചെയ്യുന്ന പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കുക വ്യൂ കുറവാണെങ്കിൽ. അതെ, അപ്പൊ നമുക്ക് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഏതാണോ ബെറ്റർ അപ്പൊ അതേ രീതിയിലുള്ള വീഡിയോ നിങ്ങൾ വീണ്ടും ഇടുക, അത്രേ ഉള്ളൂ. അടുത്തത് കിട്ടിയ വാച്ച് അവേഴ്സ് കുറഞ്ഞു പോകുമോ? കുറഞ്ഞു പോകുമോന്ന് ചോദിച്ചാൽ കുറഞ്ഞു പോയ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ ഇതും കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരുന്നു എന്താ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് കുറേ അതായത് കാണുന്നതൊക്കെ ഒരുപാട് അക്കൗണ്ടിൽ നിന്ന് പലരും കുറേ സമയം കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരു അക്കൗണ്ടിൽ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഒരേ സമയം. അപ്പൊ മൊത്തത്തിൽ അത് വാച്ച് അവേഴ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ടുണ്ടാവും ഫസ്റ്റ് വാച്ച് അവേഴ്സ്. പിന്നെ അത് യൂട്യൂബ് അനലൈസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ടിൽ തന്നെ ഒരു വീഡിയോ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കുറച്ച് കറക്റ്റ് വാച്ച് അവേഴ്സ് യൂട്യൂബ് കാണിച്ചു തരും. അതാണ് സത്യം. കാരണം അങ്ങനത്തെ ഒരു സംഭവം ഇത് ഞങ്ങളുടെ അനുഭവത്തിലാണ്. കാരണം ഇതൊരു സംഭവം ശരിയാണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ ശരിയാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഈ തുടക്ക കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, എൻ്റെ ഫോണിൽ നിന്ന് കാണുന്നു, അവരുടെ ഫോണിൽ നിന്ന് കാണുന്നു, നമ്മുടെ അച്ഛനമ്മമാരുടെ ഫോണിൽ നിന്ന് കാണുന്നു, എല്ലാവരും കാണുന്നു. എല്ലാവരും കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യൂ ഇടാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ കാണുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതെല്ലാം വ്യൂസ് കൂടത്തില്ല, ഓർത്തുക. അതായത് ഒരേ അക്കൗണ്ടിൽ കണ്ടു കഴിഞ്ഞാലും വ്യൂസ് കൂടുതലായിട്ട് കാണിക്കത്തില്ല, പക്ഷെ വാച്ച് അവേഴ്സ് കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരേ അക്കൗണ്ടിൽ നിന്ന് കണ്ടേക്കുന്ന ഈ വാച്ച് അവേഴ്സ് എന്ത് ചെയ്യും, അത് ലെസ്സാവും. ലെസ്സായി കഴിയുമ്പോഴത്തേക്ക് ഉള്ളത് പിന്നെ കാണിക്കും. അതൊന്ന്. ഇനി രണ്ടാമത്തെ കേസ് ഇത് കുറയുമെന്ന് ചോദിച്ചില്ലേ? അത് അല്ല, ഇത് തന്നെ കുറയുമെന്ന് പറഞ്ഞില്ല. വ്യൂസും അതുപോലെ തന്നെ ഡോളറും കുറയുന്നു ഒത്തിരി പേര് പറയുന്നുണ്ട്. എന്റെ ഡോളർ കൂടി ഇരിക്കുവായിരുന്നു, നല്ല വ്യൂസ് കൂടുതലായിരുന്നു, ഇപ്പൊ കുറവാണ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരം അപ്ലോഡ് ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളും ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വാച്ച് അവേഴ്സ് താഴെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഡോളറും കുറയും. അതെന്താണെന്നുള്ള കാര്യം അതിനെപ്പറ്റി ഇതുവരെ സത്യമായി നല്ലൊരു ഐഡിയ കിട്ടിയില്ല. കാരണം ഇത് സംഭവം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ 100% ശരിയാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾക്കുള്ളതാണ് സംഭവം. കാരണം അത് മറ്റൊന്നുമല്ല, ഒന്നിൽ കൂടുതൽ ഒരേ അക്കൗണ്ടിൽ കണ്ടതിന്റെ പ്രശ്നമൊന്നുമല്ല. നമ്മൾ വീഡിയോ ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് എന്താ പറയുക, നമ്മുടെ വാച്ച് അവേഴ്സ് കുറയും, അതുപോലെ തന്നെ ഡോളർ കുറയും, സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുന്നത് നമുക്കറിയാം. കാരണം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലുണ്ടോ? അടുത്തത് അത് സെയിം ക്വസ്റ്റ്യൻ. 4000 വാച്ച് അവേഴ്സ് ആയാൽ മോണിറ്റൈസേഷനും അപ്ലൈ ചെയ്യാമോ? 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞാൽ മോണിറ്റൈസ് ചെയ്യാന്നാണ് യൂട്യൂബ് പറയുന്നത്. പക്ഷെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അന്നേരം ചെയ്യരുത്. ഞങ്ങളുടെ അനുഭവത്തിൽ പറയുന്നത് ഒരിക്കലും ചെയ്യരുത്. 4000 കഴിഞ്ഞ് ഒരു 4500 5000 ഒക്കെ ആയിക്കോട്ടെ, അതിനുശേഷം നിങ്ങൾ ചെയ്താൽ മതി. സബ്സ്ക്രൈബേഴ്സ് 1000 ആയി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യരുത്. ഏറ്റവും കുറഞ്ഞ ഒരു 2000 അല്ല ഒരു 1500 ഒക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. കാരണം കറക്റ്റ് ടൈം ആയി കഴിയുമ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചില വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള വീഡിയോ ഉണ്ടെന്ന് വെച്ചു, യൂട്യൂബ് ഈ വീഡിയോ ബാൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മളെടുത്ത് നിങ്ങൾ മോണിറ്റൈസേഷൻ അർഹനല്ല, ഈ വീഡിയോ കോപ്പിറൈറ്റ് ഉള്ളതാണ്, അല്ലെ ഇന്നടത്തും എടുത്ത് ഈ സംഭവമാണ്, അതുകൊണ്ട് നിങ്ങൾ അർഹനല്ല എന്ന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അന്നേരം ചെയ്യരുത്. അതായത് കറക്റ്റ് 4000 വാച്ച് അവേഴ്സ് ആ സമയത്ത് ചെയ്യരുത്, അതിൽ കുറച്ച് കൂടിയിട്ടുണ്ടാവണം എപ്പോഴും. അതാ പറഞ്ഞു, കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ആയാലും വാച്ച് അവേഴ്സ് ആയാലും കുറച്ചുകൂടെ കൂടിയതിനു ശേഷം മാത്രം ഇത് ചെയ്യുക, അതായിരിക്കും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഷോർട്സ് ഇടുമ്പോൾ ഫസ്റ്റ് നല്ല റീച്ച് ഉണ്ടായിരുന്നു, ഇപ്പൊ 500 സ്റ്റക്ക് ആവുന്നു. അതാണ് അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് തന്നെ നമ്മുടെ കുറെ ഷോർട്സുകൾ ഇത് തന്നെയാണ്. കാരണം ഈ രീതിയിലൊന്നും അല്ലായിരുന്നു നമ്മളും ഇത് ചെയ്തിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്സ് ഇടുമ്പോൾ നേരെ തമ്മിൽ മാത്രമല്ല, നമ്മളിപ്പോ ഷോർട്സ് ഇടുമ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിൽ നിന്ന് പ്ലസ് കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, എക്സിറ്റ് ആകണം. പിന്നെ വൈറ്റി സ്റ്റുഡിയോയിൽ കയറിയിട്ട് അതിനകത്ത് ഡിസ്ക്രിപ്ഷനും അതുപോലെ കീവേഡും എല്ലാം ഇട്ടതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യില്ല, കുറച്ച് ടൈം കൊടുക്കുക. ടൈം കൊടുത്ത് എപ്പോഴും ഷെഡ്യൂൾ ചെയ്യുക, അതായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു അനലൈസിനുള്ള ഒരു ടൈം യൂട്യൂബിന് സമയം കൊടുക്കും. നമ്മൾ ഏകദേശം എല്ലാം പറഞ്ഞു തോന്നുന്നു. അതെ, പിന്നെ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും എന്താണോ പറയുന്നത് അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞ് കുറച്ച് സ്പീഡിൽ പറയാൻ നോക്കുക, മാക്സിമം ലാഗ് അടിപ്പിക്കാതെ. ആളുകളെ ഇതാക്കരുത്, മീൻസ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൊടുക്കരുത്. എനിക്ക് ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞ ലാഗ് ആണെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ എത്ര ഇപ്പൊ നമ്മളിപ്പോ 19 മിനിറ്റ് കണ്ടായി. അപ്പൊ വേറെ ഒന്നല്ല, ഇത് ഇത്രയോ ഞങ്ങൾ കിടന്ന് ഇങ്ങനെ സ്പീഡ് കാരണം ഇത്രയും പറഞ്ഞു തീർക്കണ്ടേ, അതിനുവേണ്ടി പറഞ്ഞു. അപ്പൊ എന്തായാലും അതിന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക, നമ്മൾ റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും.